തിരുവനന്തപുരം പള്ളിത്തുറയിൽ കടലാക്രമണം രൂക്ഷമായതോടെ 3 വീടുകൾ ഏതു നിമിഷവും കടലെടുക്കുന്ന സ്ഥിതിയിലാണ്. പള്ളിത്തുറയിൽ VSSC നോർത്ത് ഗേറ്റിന് സമീപമാണ് കടലാക്രമണം രൂക്ഷമായത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച കടലാക്രമണത്തിൽ നിരവധി തെങ്ങുകൾ കടലെടുത്തിരുന്നു. 3 മീറ്റർ കൂടി കടൽ കയറിയാൽ വീടുകൾ തകരുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ വർഷവും അതിന്റെ അങ്ങേ വർഷവും ഇവിടെ ഇങ്ങനെ കൃത്യം അടുക്കി വെച്ചിരിക്കുന്ന ചാക്കുകളൊക്കെ 2-3 വർഷത്തിന് മുമ്പേ ഇത് കണക്ക് നമ്മൾ ചെയ്തതാണ്. അന്ന് ഇത് കണക്ക് ചാക്കടിക്ക് നിലനിർത്തിയാണ്. അതിന്റെ പച്ചയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന ചാക്കുകളെല്ലാം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നമ്മള് സ്കൂളിൽ മാറ്റി പാർപ്പിച്ചിട്ട് അന്നൊരു 27ഓളം കുടുംബങ്ങളെ മാറ്റി അവിടെ പാർപ്പിച്ചു. ഒരാഴ്ചയോളം അവരെ അവിടെ അവിടെ തങ്ങിയത്. അതിനുശേഷമാണ് പിന്നെ കടലെല്ലാം ഇറങ്ങി അപ്പൊ സാധാരണഗതിയിലായ ശേഷമാണ് അവിടെ നിന്ന് വന്നത്. കടൽക്ഷോഭം രൂക്ഷമായ പുതുക്കുറിച്ചിയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടമുണ്ടായി. മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ശക്തമായ തിരയടിയിൽ വെള്ളം മറിയുകയായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന ഒരാൾ കടലിലേക്ക് തെറിച്ചു വീഴുകയും മറ്റു 3 പേർ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. വള്ളം ഇവിടെ നിന്ന് ഇറക്കി വിട്ട് ഓടിപ്പോയി. നിരപ്പ് കൊണ്ട് ഓടിയപ്പം ഒരു ചെറിയ കടൽ വന്ന് ഇഞ്ചിൻ രണ്ടും സ്റ്റക്കായി നിന്നുപോയി. ഇഞ്ചിൻ നിന്നപ്പോൾ പിന്നെ അവിടെ ചുമ്മാ കുറച്ച് നേരം കിടന്ന്. പിന്നെ കടലൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു കടൽ വന്ന് ഞങ്ങൾ 3 പേര് ഇട്ടുകൊണ്ട് ചാടിയതിൽ 3 പേര് കരയ്ക്ക് തന്നെ നീന്തിക്കൊണ്ട് വരുന്ന വഴിക്ക് ഇയാള് ഒരു ചെറിയ കടലടിച്ചപ്പോൾ ഇയാളെ കാണാനില്ല. സംഭവിച്ചു. ആലപ്പുഴ തലവടിയിൽ ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും പറന്നുയരുകയും വീടിന്റെ മുകളിലേക്ക് മരം കടപുഴകി വീഴുകയും ചെയ്തു. പ്രദേശത്ത് നിരവധി മരങ്ങളും കടപുഴകിയിട്ടുണ്ട്. ഇക്കുറി 3ാം തവണയാണ് തലവടിയിൽ നാശം നേരിടുന്നത്. രാവിലെ 4 മണിയായപ്പോൾ ഒരു കാറ്റടിച്ച്, ചെറുതായിട്ടൊരു കാറ്റടിച്ച്. അത് കഴിഞ്ഞ് ഒരു 4:15 ഭയങ്കര കാറ്റും മഴയായിട്ട് വന്നു. ഞങ്ങൾ 4-5 പേരും പെരയ്ക്കകത്തിരിക്കുമായിരുന്നു. 2 മുറിയേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇരിക്കുമായിരുന്നു. അതിനകത്തുനിന്ന് ഷീറ്റ് പറക്കുന്ന കണ്ടുകൊണ്ട് പിള്ളേർ പറഞ്ഞു, അമ്മ ഇറങ്ങിക്കോ, കാറ്റ് കടുക്കുവാന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടി ഇറങ്ങി. കൊച്ചിൻ്റെ മേത്ത് വീഴേണ്ടതായിരുന്നു. ഷീറ്റ് പറഞ്ഞു, മൊത്തം ഷീറ്റും പറന്ന് താഴെ വീണു. അണക്കെട്ടുകളിൽ നിന്നും കൂടുതൽ ജലം തുറന്നുവിട്ടതോടെ കൊച്ചി ആലുവ ശിവക്ഷേത്രം കാലവർഷത്തിൽ 2ാം തവണയും പൂർണ്ണമായി മുങ്ങി. പെരിയാറിന്റെ കൈവരികളിൽ നിന്ന് ശക്തമായ രീതിയിൽ വെള്ളം പാടശേഖരങ്ങളിലേക്ക് കയറി. നഗരസഭയിലെ ബോക്സോ കോളനി, പവർലൂം, അംഗൻവാടി എന്നീ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം കയറിയതോടെ പ്രദേശത്തെ 30ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. കിഴക്കൻ മേഖലയായ കോതമംഗലത്തും പരിസര പ്രദേശങ്ങളിലും രാത്രിയുണ്ടായ ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മണികണ്ഠൻ ചാൽച്ചപ്പാത്തിൽ വെള്ളം കയറിയിട്ടില്ലെങ്കിലും ശക്തമായ മഴ തുടർന്നാൽ പ്രദേശം മുങ്ങാനാണ് സാധ്യത. തൃശൂർ ചാലക്കുടി മേഖലയിൽ പലയിടങ്ങളിലും വെള്ളം കയറി. ചാലക്കുടി പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഒരു വീട്ടിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. 2ാം വാർഡില് ജോസഫ് ആനങ്ങാട്ടുകാരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. ഇത് വർഷങ്ങളിൽ കയറുന്ന ഒരു ഭാഗമാണ്. ഇതിനേക്കാൾ ഉപരി നമ്മളുടെ വീട് കയറിയിരിക്കുന്ന അതിനേക്കാൾ ഉപരി വലിയൊരു കൃഷി, നമ്മുടെ ഏക്കർ കണക്കിന് കൃഷി ഭാഗങ്ങളിലാണ് വെള്ളം കയറി നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു പകലൊക്കെ ഇറങ്ങി വന്നാൽ കാണാം, വാഴയും കൊള്ളിയൊക്കെയും കൃഷി ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണിത്. ജനങ്ങളുടെ ഉപജീവന മാർഗം കൂടി ആണല്ലോ. അപ്പോൾ അതൊക്കെ വലിയൊരു ഭൂരിഭാഗവും നശിച്ചു കഴിഞ്ഞു. പാലക്കാട് ശക്തമായ മഴയിൽ ഭാരതപ്പുഴ പലയിടങ്ങളിലും കരകവിഞ്ഞു. ഷൊർണൂർ പട്ടാമ്പി ഭാഗങ്ങളിലെ തീരദേശ റോഡുകൾ വെള്ളത്തിനടിയിലായി. പുഴ കരകവിഞ്ഞ റോഡിൽ വെള്ളം കയറിയതോടെ കീഴായൂർ നമ്പ്രാം പ്രദേശം ഒറ്റപ്പെട്ടു. ഇടുക്കി തൊടുപുഴയാർ നിറഞ്ഞു കവിഞ്ഞു. KSRTC ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഏരിയയിൽ വെള്ളം കയറിയത് ആശങ്ക പരത്തി. കനത്ത മഴയിൽ മലങ്കര ഡാമിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളം ഒരുമിച്ചെത്തിയതാണ് പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.